നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വൻ വിജയം നേടിയതിനു പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെച്ചു. മുഖ്യമന്ത്രിയുടെ രാജി ഗവർണർ സ്വീകരിച്ചു. ചൊവ്വാഴ്ച ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്ന മന്ത്രിസഭായോഗം ഉപേക്ഷിച്ചതിന് പിന്നാലെയാണ് രാജി. വിവരങ്ങളുമായി അർജുൻ രാജുണ്ട്. അർജുൻ, പറയാം. അരുണ്യ, 10 വർഷം നീണ്ടുനിന്ന പിണറായി സർക്കാരിന്റെ കാലഘട്ടം അവസാനിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ രാജി സമർപ്പിച്ചിട്ടുണ്ട്. ഗവർണർക്ക് ഇമെയിൽ മുഖേനയാണ് ഈ രാജി സമർപ്പിച്ചിട്ടുള്ളത്. ഗവർണർ വിശ്വനാഥ് അർലേക്കർ ഈ രാജി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയത്ത് കാവൽ മുഖ്യമന്ത്രിയായി പുതിയ മന്ത്രിസഭ രൂപീകരിക്കുന്നതുവരെ നിൽക്കാൻ മുഖ്യമന്ത്രിയോട് ഗവർണർ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. നാളെ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിന്റെ ഘട്ടത്തിൽ തന്നെ നാളെ മന്ത്രിസഭാ യോഗം നടത്താൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ ആ മന്ത്രിസഭാ യോഗം ഉപേക്ഷിക്കുകയാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട തീരുമാനം. അതിനോടൊപ്പം തന്നെ കണ്ണൂരിൽ തന്നെ തുടരാൻ പിണറായി വിജയൻ തീരുമാനിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നാളെ തിരുവനന്തപുരത്തെത്തി ഗവർണർക്ക് നേരിട്ട് രാജിക്കത്ത് കൈമാറാനായിരുന്നു തീരുമാനം. പക്ഷെ അത് ഉപേക്ഷിച്ചിട്ടുണ്ട്. ഇമെയിൽ മുഖേനയായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിക്കത്ത് കൈമാറിയിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിലൊരു പ്രതികരണത്തിന് ഈ തെരഞ്ഞെടുപ്പിലെ ശക്തമായിട്ടുള്ള തോൽവിക്ക് പിന്നാലെ ഒരു പ്രതികരണം നടത്താൻ പിണറായി വിജയൻ തയ്യാറായിട്ടില്ല. നാളെ ഒരുപക്ഷെ അദ്ദേഹം മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. 10 വർഷത്ത് കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന ആൾ കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്വന്തം മണ്ഡലത്തിലടക്കം ശക്തമായ മത്സരം നേരിട്ടതിന് ശേഷമാണ് അദ്ദേഹം പിന്നീട് വലിയ ഭൂരിപക്ഷത്തോടുകൂടി പിന്നീട് ജയിക്കുന്നത്. എങ്കിൽ കൂടിയും കനത്ത തോൽവി LDF-ന് ഏറ്റ പശ്ചാത്തലത്തിൽ കൂടിയാണ് പെട്ടെന്ന് തന്നെ ഇത്തരത്തിലൊരു മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് പിണറായി വിജയൻ. അങ്ങനെ ഒരു 10 വർഷം നീണ്ടു നിന്നിട്ടുള്ള പിണറായി വിജയന്റെ മുഖ്യമന്ത്രി ഭരണം അവസാനിക്കുകയാണ്. അദ്ദേഹം രാജി സമർപ്പിച്ചിരിക്കുകയാണ്. അരുണി, ശരി, അർജുനാണ് വിവരങ്ങൾ നൽകിയത്.